നമസ്കാരം. പ്രധാന വാർത്തകൾ. ജനപ്രിയ കവിയും ഗാനരചയിതാവുമായ കായംകുളത്തിന്റെ അനിൽ പനച്ചൂരാൻ ഇനി ഓർമ്മ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. മരണത്തിൽ യഥാർത്ഥ കാരണം വ്യക്തമാകാനായി ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ജില്ലയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗനിയന്ത്രണം അടിയന്തരമായി നടപ്പാക്കുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അനധികൃതമായി കാറിൽ കൊണ്ടുവന്ന പണം ഹരിപ്പാട് നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് 1,88,00,000-ലധികം രൂപ. കാറിലുണ്ടായിരുന്ന 4 പേരും പിടിയിൽ. ഓരുവെള്ളം കയറി. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ പ്രദേശത്തെ ജനങ്ങൾ ദുരിതത്തിൽ. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. വാർത്തകൾ വിശദമായി. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരന്റെ സംസ്കാരം നടത്തി. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ കായംകുളം ഗോവിന്ദമുട്ടത്തെ പനച്ചൂർ വീട്ടിൽ സംസ്കാരം നടത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം ഗ്യാസ് സംവിധാനത്തിലാണ് സംസ്കരിച്ചത്. അന്തരിച്ച പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാന്റെ സംസ്കാരം നടത്തി. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തിങ്കളാഴ്ച വൈകിട്ട് 7 മണിയോടെ കായംകുളത്ത് ഗോവിന്ദമുട്ടത്തെ പനച്ചൂർ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടിലെത്തിച്ച മൃതദേഹം ഗ്യാസ് സംവിധാനത്തിലാണ് സംസ്കരിച്ചത്. വൈകിട്ട് 6:30ഓടെയാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. PPE കിറ്റ് ധരിച്ച വോളണ്ടിയർമാർ മൃതദേഹം വീട്ടുവളപ്പിൽ ഒരുക്കിയ ഗ്യാസ് ചേംബറിലേക്ക് മാറ്റി. തുടർന്ന് സമുദായ സംഘടനയുടെ പതാക അതിന്റെ ഭാരവാഹികൾ നൽകിയത് ഏറ്റുവാങ്ങി വോളണ്ടിയർമാർ മൃതദേഹത്തെ പുതപ്പിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിന്റേതടക്കം റീത്തും സമർപ്പിച്ചു. ഇതിനുശേഷം അനിൽ പനച്ചൂരാന്റെ ഭാര്യ മായയുടെ സഹോദരി ഭർത്താവ് അനിൽ PPE കിറ്റ് ധരിച്ചെത്തി ഗ്യാസ് ചേംബറിൽ തീ പകർന്നു. ബന്ധുക്കൾ അകലം പാലിച്ചു നിന്ന് ചടങ്ങ് വീക്ഷിച്ചു. നാട്ടുകാർക്ക് ചടങ്ങ് കാണാൻ LED ഡിസ്പ്ലേ സംവിധാനം ഒരുക്കിയിരുന്നു. മൃതദേഹം ആംബുലൻസിൽ കൊണ്ടുവരുമ്പോൾ തന്നെ നാട്ടുകാർ റോഡിന്റെ ഇരുവശത്തും കൂടിയിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ, മുൻ പ്രസിഡന്റ് E. ശ്രീദേവി, വാർഡ് മെമ്പർ രാജേഷ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചലച്ചിത്ര രംഗത്തു നിന്നും നടൻ ആദിനാട് ശശി ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കാരം നടക്കുന്ന സമയം കനത്ത മഴയായിരുന്നു. CDN ന്യൂസ്, കായംകുളം. കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരന്റെ മരണത്തിൽ യഥാർത്ഥ കാരണം വ്യക്തമാകാനായി ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കവിയും ഗാനരചയിതാവുമായിരുന്ന അനിൽ പനച്ചൂരാന്റെ മരണത്തിൽ യഥാർത്ഥ കാരണം വ്യക്തമാകാനായി ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. മറ്റ് അസുഖങ്ങൾ ഒന്നുമില്ലാത്ത ആളായതുകൊണ്ട് തന്നെ മരണകാരണം എന്താണെന്ന് അറിയാനാണ് പോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടതെന്ന് ബന്ധുവായ മോജി പറഞ്ഞു. കഴിഞ്ഞ ദിവസം രാവിലെ 8 മണിയായപ്പോൾ ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മറ്റം മഹാദേവ ക്ഷേത്രത്തിൽ പോയി. കാർ ഡ്രൈവറും ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി അവിടെ ചെന്നതിന് ശേഷം പുള്ളിക്ക് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുകയും അദ്ദേഹത്തെ VSM ഹോസ്പിറ്റലിൽ എത്തിക്കുകയും VSM ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ ടെസ്റ്റ് നടത്തിയപ്പോൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചു. ECG എടുത്തപ്പോൾ വേരിയേഷൻ കണ്ടു. അവിടെ നിന്നും കരുനാഗപ്പള്ളി വലിയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്നും മിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്തു. അതായത് ഇവിടുന്ന് ആരോഗ്യവാനായിട്ട് പോയി മറ്റ് പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല, ഒരസുഖങ്ങളും ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇത് സംഭവിച്ചുകൊണ്ട് എന്താണ് മരണകാരണം എന്നറിയാൻ വേണ്ടിയാണ് പരാതിയുമായി നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയത്. ഇപ്പോൾ അവിടുന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം ബോഡി വിട്ടുകെട്ടുകയുള്ളൂ. ഞായറാഴ്ച രാത്രിയോടെയാണ് കവിയും ഗാനരചയിതാവുമായ അനിൽ പനച്ചൂരാൻ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ അന്തരിച്ചത്. ക്ഷേത്ര ദർശനത്തിനായാണ് അനിൽ പനച്ചൂരാൻ വീട്ടിൽ നിന്നിറങ്ങിയതെന്ന് വാർഡ് മെമ്പർ രാജേഷ് പറഞ്ഞു. പരാതിയല്ല, അത് സ്വാഭാവികമായിട്ട് മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്തരമൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു
ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ച് വ്യക്തത വരുത്തുവാൻ വേണ്ടിയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഭാര്യയുടെ ആവശ്യപ്രകാരം, ബന്ധുജനങ്ങളുടെ ആവശ്യപ്രകാരം പോസ്റ്റ്മോർട്ടം നടത്തുവാൻ തീരുമാനിച്ചത്. രാവിലെ ബോധക്ഷയത്തെ തുടർന്ന് ആദ്യം മാവേലിക്കരയിലും പിന്നീട് കരുനാഗപ്പള്ളിയിലെയും സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ നേടിയ അദ്ദേഹത്തിന്റെ നില പിന്നീട് ഗുരുതരമായതോടെ തിരുവനന്തപുരത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. CDNet ന്യൂസ് കായംകുളം. കവിതകളെ മനുഷ്യനീതിക്ക് വേണ്ടിയുള്ള കലഹമാക്കിയ കവിയായിരുന്നു അനിൽ പനച്ചൂരാൻ. വെള്ളിത്തിരയിലെ മിന്നിത്തിളങ്ങിയ ഗാനങ്ങൾക്ക് അർത്ഥചാരുതയും താളചടുലതയും വരികളിൽ പകർന്നു നൽകിയ സർഗധനൻ. നിയമബോധത്തിന്റെ ദൈഷ്ണിക ശേഷി കൂടി സാംസ്കാരിക ഇടപെടലുകളോട് ചേർത്ത് വെച്ചിരുന്നു. അനിൽ പനച്ചൂരാൻ മനുഷ്യനീതിക്ക് വേണ്ടിയുള്ള കലഹമായി കവിതയെ കണ്ട കവിയായിരുന്നു. വെള്ളിത്തിരയിലെ മിന്നിത്തിളങ്ങിയ ഗാനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ സൃഷ്ടികൾക്കൊന്നും വലിയ സ്വീകാര്യതയായിരുന്നു ഉണ്ടായിരുന്നത്. അസാമാന്യ വൈവിധ്യമുണ്ട് ആ സർഗലോകത്തിന്. എന്റെ മേടി ജിമിക്കി കമ്മൽ എന്ന ലളിത സുന്ദരമായ ചലച്ചിത്ര ഗാനം എഴുതിയ ആൾ തന്നെയാണ് നാടകീയത നിറഞ്ഞു നിൽക്കുന്ന ഇടവമാസ പെരുമഴ പെയ്തരാവതിൽ എന്ന ഹൃദയത്തെ കൊത്തിവലിക്കുന്ന വരികൾ എഴുതിയത്. എന്റെ മേട ജിമിക്കി കമ്മൽ എന്റെ അപ്പനും കണ്ടുകൊണ്ടുപോയി, എന്റെ അപ്പന്റെ ബ്രാൻഡ് കുപ്പി എന്റെ അമ്മ കുടിച്ചു തീർത്തേ. ഒരു കാലത്തെ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉയർന്നു കേൾക്കുകയും തുടർന്ന് നാടാകെ അലയടിക്കുകയും ചെയ്ത ഒട്ടേറെ കവിതകൾ അനിൽ പനച്ചൂരാൻ എഴുതിയവയായിരുന്നു. വലയിൽ വീണ കിളികൾ, അനാഥൻ, പ്രണയകാലം, ഒരു മഴ പെയ്തെങ്കിൽ, കണ്ണീർ കനലുകൾ തുടങ്ങിയവയെല്ലാം കവിയെ ജനപ്രിയനാക്കി. തെരുവിന്റെ മക്കളും കണ്ണീരുണങ്ങാത്ത വ്യഥയുടെ ജീവിതത്തിൽ പരീക്ഷിതരായ ജന്മങ്ങളുമൊക്കെ കവിയുടെ ഭാഷയിൽ സമൂഹത്തോട് സംവദിച്ചു. കവിത എങ്ങനെ നീറുന്ന അനുഭവമാകുന്നുവെന്ന് തിരിച്ചറിയാൻ പനച്ചൂരാന്റെ വരികൾ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ മതി. സ്വന്തം ശബ്ദത്തിൽ കവി വരികൾ പാടിയപ്പോൾ എല്ലാം ഭാവതീവ്രം. അനിൽ പനച്ചൂരാന്റെ അനാഥൻ എന്ന കവിത ജയരാജിന്റെ മകൾക്ക് എന്ന സിനിമയ്ക്ക് പ്രചോദനമായതോടെയാണ് ചലച്ചിത്ര ലോകം ഈ പ്രതിഭാധനനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ചലച്ചിത്രത്തിൽ പനച്ചൂരാന്റെ ഇടവമാസ പെരും മഴ പെയ്തരാവതിൽ കുളിരിഞ്ഞു കൂട്ടായി ഞാൻ നടന്നു, ഇരവിന്റെ നൊമ്പരം പോലൊരു കുഞ്ഞിന്റെ തേങ്ങലൻ കാതിൽ പതിഞ്ഞു എന്ന കവിത കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ ശബ്ദത്തിൽ ചേർത്തിട്ടുണ്ട്. ആദ്യത്തേത് എന്ന് പറയാവുന്ന ചലച്ചിത്രഗാനം കൊണ്ട് തന്നെ അതിപ്രശസ്തനായി മാറിയ ആളായിരുന്നു അനിൽ പനച്ചൂരാൻ. തന്റെ ഇടതു രാഷ്ട്രീയ സങ്കല്പങ്ങൾ ഇഴചേർത്തും ആശയ വ്യതിരക്തതയിൽ ദിശാബോധം നഷ്ടപ്പെടാവുന്ന അവസ്ഥ ഭയക്കുന്ന തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാൻ കൊതിക്കാറുണ്ടെന്നും എന്ന ആ ഗാനം അനിലിന്റെ പ്രശസ്തമായ ഒരു കവിതയാണ്. തിരികെ മടങ്ങുവാൻ തീരത്തടുക്കുവാൻ ഞാനും കൊതിക്കാറുണ്ടെന്നും വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. വിടുവായൻ തവളകൾ പതിവായി കരയുന്ന നടവരം ഓർമ്മയിൽ കണ്ടു. അറബിക്കഥയ്ക്ക് പുറമെ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലെ വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ എന്ന ഗാനവും സൂപ്പർ ഹിറ്റായി. സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. പിന്നീട് ഭ്രമരം എന്ന ചിത്രം വന്നു.
മാടമ്പി, സൈക്കിൾ, നസ്രാണി, പെൺപട്ടണം, ബോഡിഗാർഡ്, ക്രേസി ഗോപാലൻ, മിന്ന മിന്നിക്കൂട്ടം, കലണ്ടർ, പരുന്ത്, ഷേക്സ്പിയർ, MA മലയാളം, ഭഗവാൻ, ലൗഡ് സ്പീക്കർ, സ്വന്തം ലേഖകൻ, അർജുനൻ സാക്ഷി, ചൈന ടൗൺ, സിറ്റി ഓഫ് ഗോഡ്, മാണിക്കക്കല്ല് തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങളിലെ ഗാനങ്ങൾക്ക് അനിൽ തൂലിക ചലിപ്പിച്ചു. PU അനിൽകുമാർ എന്ന അനിൽ പനച്ചൂരാൻ വാരണപ്പള്ളി പനച്ചൂരാൻ വീട്ടിൽ ഉദയഭാനു ദ്രൗപദി ദമ്പതികളുടെ മകനായാണ് ജനിച്ചത്. കായംകുളം സെന്റ് മേരി സ്കൂൾ, കായംകുളം ഗവൺമെന്റ് സ്കൂൾ, നങ്ങയാറുകുളങ്ങര TKM കോളേജ്, തിരുവനന്തപുരം ലോ അക്കാദമി ലോ കോളേജ്, വാറങ്കൽ കക്കാദിയ സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു പഠനം. ചെറുപ്പത്തിലെ തന്നെ കവിതകൾ എഴുതുമായിരുന്നു. കലാലയ ജീവിതകാലത്ത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വ്യാപരിച്ചിരുന്ന അനിൽ പനച്ചൂരാനിൽ കമ്മ്യൂണിസം വലിയ സ്വാധീനം ചെലുത്തി. എന്നാൽ പിൽക്കാലത്ത് സ്വത്വബോധത്തിലേക്ക് ആത്മീയത കടന്നു വന്നു. അങ്ങനെ ഭാരത പര്യടനത്തിലും അവധൂത ജീവിതത്തിലും മുഴുകി. ഇക്കാലത്തൊക്കെയും കവിയുടെ ഉൾത്തുടിപ്പുകൾ ഇദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പറയാനുള്ളത് ശക്തമായി പറയാൻ കവിതയെ മാധ്യമമാക്കിയ അനിൽ പനച്ചൂരാൻ ആദ്യകാലത്തൊക്കെ കഥയും നാടകങ്ങളും എഴുതിയിരുന്നു. കവിത സർഗജീവിതത്തിന്റെ ഭാഗമായതോടെ ഉൾക്കരുത്തുള്ള രചനകൾ പിറവികൊണ്ടു. സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന അനിൽ പനച്ചൂരാൻ വൈലോപ്പിള്ളി സംസ്കൃതി സമിതി വൈസ് ചെയർമാനായിരുന്നു. അവസാന കാലത്തൊക്കെയും ഒരു നോവലിന്റെയും തിരക്കഥയുടെയും പണിപ്പുരയിലായിരുന്നു അദ്ദേഹം. മെക്കാളെ തുരുത്ത് എന്ന പേരിൽ എഴുതിയിരുന്ന നോവൽ ചരിത്രത്തെയും മനുഷ്യജീവിതത്തിന്റെ അധികമൊന്നും വെളിച്ചമേൽക്കാത്ത ഏടുകളെയും പകർന്നെഴുതുന്ന തരത്തിലുള്ളതാണ്. ചലച്ചിത്ര ഗാനരചനയിലെ മികവിനും കവിതയ്ക്കും ഒട്ടേറെ പുരസ്കാരങ്ങളും അനിൽ പനച്ചൂരാനെ തേടി എത്തിയിട്ടുണ്ട്. കണ്ണൂർ കവിമണ്ഡലത്തിന്റെ P. ഭാസ്കരൻ സ്മാരക സുവർണമുദ്ര പുരസ്കാരം, മികച്ച ഗാനരചയിതാവിനുള്ള ഏഷ്യാനെറ്റ് അവാർഡ്, പ്രവാസി എക്സ്പ്രസ് അവാർഡ്, ഫിലിം ഫെയർ അവാർഡ് എന്നിവ അവയിൽ ചിലർ. മക്കൾ മൈത്രി, അരുൺ എന്നിവരടങ്ങുന്നതാണ് കുടുംബം. എഴുതിയവയെല്ലാം അനുവാചകന്റെ ഹൃദയത്തിൽ കോറിയിട്ട് അനശ്വര അടയാളങ്ങളാക്കി പ്രിയ കവി മടങ്ങുമ്പോൾ വാക്കുകൾ മുറിഞ്ഞ് എവിടെയോ ആകസ്മിക അന്ത്യം കുറിച്ചുപോയ അർത്ഥസമ്പുഷ്ടവും താളനിബദ്ധവുമായ ഒരു കാവ്യ സമാഹാരത്തിന്റെ രചനയ്ക്ക് സമമാകുന്നു ആ സഫല ജീവിതം. മലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണു ചിമ്മുമീ വഴിയിലെന്ന് നമ്മൾ പാടണം. ആദരാഞ്ജലികളോടെ കൾച്ചർ ഡെസ്ക്. ജില്ലയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ചത്ത താറാവുകളെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ H5N8 വിഭാഗത്തിൽപ്പെട്ട വൈറസ് ബാധയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗനിയന്ത്രണം അടിയന്തരമായി നടപ്പാക്കുന്നതിന് ജില്ലാ കളക്ടർ A. അലക്സാണ്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേർന്നു. ജില്ലയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ചത്ത താറാവുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ H5N8 വിഭാഗത്തിൽപ്പെട്ട വൈറസ് ബാധയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. രോഗനിയന്ത്രണം അടിയന്തരമായി നടപ്പാക്കുന്നതിന് ജില്ലാ കളക്ടർ A. അലക്സാണ്ടറുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ പ്രത്യേക യോഗം ചേർന്നു. മൃഗസംരക്ഷണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ സന്നിഹിതരായി. രോഗബാധ സ്ഥിരീകരിച്ച പ്രദേശത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലെ പക്ഷികളെ കൊന്ന് നശിപ്പിക്കുന്നതിന് തീരുമാനമെടുത്തു. പക്ഷികളുടെ നശിപ്പിക്കുന്ന നടപടികൾ രാവിലെ തന്നെ ആരംഭിക്കാൻ കളക്ടർ നിർദ്ദേശം നൽകി. 3 ദിവസത്തിനുള്ളിൽ പക്ഷികളുടെ കള്ളിംഗ് പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ 4 പഞ്ചായത്തുകളിലുമായി ആകെ 34,602 പക്ഷികളെ കൊല്ലേണ്ടി വരുമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് കരുതുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡപ്രകാരം PPE കിറ്റ് ഉൾപ്പെടെ ധരിച്ച് ആയിരിക്കും പക്ഷികളെ നശിപ്പിക്കുന്നത്. യോഗത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ PK സന്തോഷ് കുമാർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ SJ ലേഖ, ജില്ലാ എപ്പിഡമയോളജിസ്റ്റ് ഡോക്ടർ വൈശാഖ് മോഹൻ, ഡോക്ടർ P. രാജീവ്, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ ആശ C. ഇബ്രഹാം, മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്. കായംകുളം കരിയിലക്കുളങ്ങരയിൽ മാതാവിനെയും 2 കുട്ടികളെയും പീഡിപ്പിച്ചതായി പരാതി. ഇവരുടെ ബന്ധുവായ ഐക്യ ജംഗ്ഷൻ സ്വദേശിക്കെതിരെയാണ് പരാതി. കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കായംകുളം കരിയിലക്കുളങ്ങര കളരിക്കൽ ജംഗ്ഷൻ സമീപമുള്ള വീട്ടിലെ മാതാവിനെയും 2 കുട്ടികളെയും പീഡിപ്പിച്ചതായാണ് പരാതിയുള്ളത്. ഇവരുടെ ബന്ധുവായ ഐക്യ ജംഗ്ഷൻ സ്വദേശിക്കെതിരെയാണ് പരാതി. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഇയാൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ മാതാവിനെ കടന്നു പിടിക്കുകയായിരുന്നുവെന്നും തുടർന്ന് കുട്ടികളെ പീഡിപ്പിച്ചുവെന്നുമാണ് കരിയിലക്കുളങ്ങര പോലീസിന് പരാതി ലഭിച്ചിരിക്കുന്നത്. പ്രതിയെ കുറിച്ച് സൂചനകൾ ലഭിച്ചെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. CD ന്യൂസ് കായംകുളം. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന പണം കായംകുളം എക്സൈസ് സംഘം പിടികൂടി. വാഹന പരിശോധനയ്ക്കിടെ ഹരിപ്പാട് മാധവ ജംഗ്ഷന് സമീപത്തു നിന്നും മാരുതി സ്വിഫ്റ്റ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന 1,88,16,430 രൂപ
കായംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് അനിർഷയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന കുഴൽപ്പണം കായംകുളം എക്സൈസ് റേഞ്ച് സംഘമാണ് പിടികൂടിയത്. വാഹന പരിശോധനയ്ക്കിടെ ഹരിപ്പാട് മാധവ ജംഗ്ഷന് സമീപത്തു നിന്നും മാരുതി സ്വിഫ്റ്റ് കാറിൽ കടത്തിക്കൊണ്ടുവന്ന 1,88,16,930 രൂപയാണ് കായംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എസ് അനീർഷയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. വാഹനത്തിന്റെ മാറ്റിനടിയിലും വാഹനത്തിലുണ്ടായിരുന്നവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൽ ചെറിയ അറകൾ ഉണ്ടാക്കിയുമാണ് പണം സൂക്ഷിച്ചിരുന്നത്. വാഹനത്തിലുണ്ടായിരുന്ന കൊല്ലം ജില്ലയിലെ താമരക്കുളം സീതാറാം നിവാസിൽ ദീപക്, കൊല്ലം കല്ലുംതാഴയിൽ വാരയിൽ വിളച്ചിറയിൽ രാജേഷ്, കാർത്തികപ്പള്ളി പിലാപ്പുഴ ദ്വാരകാ നിവാസിൽ അതുൽ, കായംകുളം ചിറക്കടവം പ്രശാന്ത് ഭവനത്തിൽ പ്രശാന്ത് എന്നിവരെയും പിടികൂടി. റെയ്ഡിന് എക്സൈസ് ഇൻസ്പെക്ടർ എസ് അനീർഷയോടൊപ്പം പ്രിവന്റീവ് ഓഫീസർ ജെ കൊച്ചുകോശി, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ PR ബൈജു, സിവിൽ എക്സൈസ് ഓഫീസർ റഫീഖ്, KH ഹരീഷ് കുമാർ, അരുൺ, എക്സൈസ് ഡ്രൈവർ പ്രദീപ് എന്നിവരും പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഡ്യൂട്ടിയുടെ ഭാഗമായി ഞാൻ പാർട്ടി സഹിതം ഹരിപ്പാട് ഭാഗങ്ങളിൽ വാഹന പരിശോധന നടത്തി വരവേ മാധവ ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് വിയ്യപുരത്തേക്കും മറ്റും പോകുന്ന റോഡിൽ കേരള സംസ്ഥാന സഹകരണ ബാങ്ക് ഹരിപ്പാട് ബ്രാഞ്ചിൻ്റെ മുൻവശം വെച്ച് വാഹന പരിശോധന നടത്തി വരവേ വെള്ള നിറത്തിലുള്ള സ്വിഫ്റ്റ് കാർ വരികയും നമ്മൾ കൈ കാണിച്ചതിന് പ്രകാരം അവർ ആ ബാങ്കിന് സമീപം വണ്ടി ഒതുക്കി നിർത്തുകയും ഈ വണ്ടി പരിശോധിച്ചതിൽ ഈ വാഹനത്തിൽ 4 പേർ ഉള്ളതായിട്ട് അവരിൽ നിന്നും 1,88,16,430 രൂപ കണ്ടെടുക്കുകയും ചെയ്തു. ആയതിന് മതിയായ എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് ചോദിച്ചതിൽ അവരുടെ കയ്യിൽ കൃത്യമായ രേഖകളൊന്നുമില്ല. അവർ കൃത്യമായ മറുപടികളൊന്നും നൽകുന്നില്ല. അവരോട് ചോദിച്ചാൽ പറയുന്നത് ആളുകളിൽ നിന്നും ഇതുപോലെ പൈസ കളക്ട് ചെയ്ത് തൃശ്ശൂരിൽ പോയി സ്വർണം എടുത്തു കൊടുക്കാനെന്നാണ് അവർ ചോദ്യം ചെയ്യലിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വാഹനത്തിനകത്തു നിന്നും ബാഗിൽ സൂക്ഷിച്ച നിലയിലും 4 പ്രതികളുടെ ശരീരത്തിൽ തുണിയിലും ജാക്കറ്റിലും അറകളോടുകൂടിയ ജാക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിലുമാണ് കറൻസികൾ സൂക്ഷിച്ചിരുന്നത്. ഈ പണം അവർ കളക്ട് ചെയ്തത് പല ആൾക്കാരിൽ നിന്നും പുതിയ സ്വർണം വാങ്ങിക്കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അവർ കളക്ട് ചെയ്തതാണ് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. കായംകുളം. ദേഹാസ്വസ്ഥത്തെ തുടർന്ന് AM ആരിഫ് MBയെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചതിനാൽ 7-ാം തീയതി വ്യാഴാഴ്ച വരെയുള്ള എല്ലാ പരിപാടികളും റദ്ദാക്കിയതായി MBയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു. MBയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ പ്രദേശത്തെ 8, 9, 10, 12 വാർഡുകളിൽ ഓരുവെള്ളം കയറിയത് ജനങ്ങൾക്ക് ദുരിതമായി. ഓരുവെള്ളം കയറിയ പ്രദേശങ്ങൾ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ പ്രദേശത്തെ 8, 9, 10, 12 വാർഡുകളിൽ ഓരുവെള്ളം കയറിയത് ജനങ്ങൾക്ക് ദുരിതമായി. വെള്ളത്തിൻ്റെതായി ഇതുപോലെ വെള്ളം കയറുന്നത് എങ്ങനെയെങ്കിലും ഈ ഷട്ടർ ഇട്ട് നിന്ന് അടച്ച് ഞങ്ങൾക്ക് തരണം. 4 മണിക്കൊക്കെ വന്ന ഇവിടെ എല്ലാം മുങ്ങി നിൽക്കുക. വെളുപ്പിന് ഷട്ടറും ദാണ്ടല്ല അവിടെ കുറച്ച് ഓരുവെള്ളം കയറിയ പ്രദേശങ്ങൾ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. കണ്ടല്ലൂർ പഞ്ചായത്ത് 8, 9, 10 വാർഡുകളിലാണ് ഈ ഓരുവെള്ള പ്രശ്നം കൂടുതലായിട്ടുള്ളത്. കൂടുതലായും 9-ാം വാർഡിൽ പല വീടുകളിലും ഈ ഓരുവെള്ളം കയറിയിട്ട് അവർക്ക് ആഹാരം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥ, വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ട്. അപ്പോൾ അടിയന്തരമായിട്ട് എത്രയും വേഗം ഇതിൻ്റെ ഷട്ടറുകളുടെ കേടുപാടുകൾ മാറ്റി അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ആദ്യം ചെയ്യുക. അതിനുശേഷം ശാശ്വതമായ പരിഹാരം കണ്ടെത്തുകയും വേണം. വീടുകളും ഓരുവെള്ളം കയറ്റം തടയാനായി ഷട്ടറുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളും ഭരണസമിതി അംഗങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു. വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ രാത്രികാലങ്ങളിൽ വേലിയേറ്റം, അതുപോലെ തന്നെ ഈ ധനുപ്പരപ്പിൻ്റെയൊക്കെ പേര് പറഞ്ഞ് വെള്ളം കയറുകയാണ്. ഈ വെള്ളം കയറുന്നത് ഒഴിവാക്കുന്നതിനും അതുപോലെ തന്നെ 10-ാം വാർഡിലെ 3 ആറാട്ടുപുഴ, ദേവികുളങ്ങര ഈ പഞ്ചായത്തുകളിലായിട്ടുള്ള പുറംബണ്ടുകളുണ്ട്. ആ ഷട്ടറുകളെല്ലാം തുറന്നു വെക്കുകയും അതുപോലെ തന്നെ ആ ഷട്ടർ കേടാകുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. 2010-15 ഭരണസമിതിയുടെ കാലത്ത് ഓണാട്ടുകര വികസന ഏജൻസിയുടെ പദ്ധതി പ്രകാരം 1 കോടിയിലധികം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ഷട്ടറുകളാണ് ഇവിടെ പ്രവർത്തനരഹിതമായിട്ടുള്ളതെന്ന് സന്ദർശന സംഘം വിലയിരുത്തി. ഇതിന് ശാശ്വതമായിട്ടൊരു പരിഹാരം കാണണമെങ്കിൽ ഗവൺമെൻറ് തന്നെ വിചാരിക്കണം. ദേവികുളങ്ങര പഞ്ചായത്തോടെ ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് ഗവൺമെൻറ്റിനെ സമീപിച്ച് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ നമുക്ക് താൽക്കാലികമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഷട്ടറുകളെല്ലാം ദ്രവിച്ചിരിക്കുക, ഷട്ടറിൻ്റെ പലകളെല്ലാം ദ്രവിച്ചിരിക്കുക. ആ അടിയന്തരമായിട്ട് ആ പലകളെല്ലാം മാറ്റുകയും അതേപോലെ തന്നെ ഈ തുരുമ്പ് പിടിച്ച ഷട്ടറുകളെല്ലാം മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ പരിഹാരം ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ശാശ്വതമായ പരിഹാരം വേണമെങ്കിൽ അത് ഗവൺമെൻറ് വിചാരിച്ചേ പറ്റത്തുള്ളൂ. പല ഷട്ടറുകളുടെയും പലകകൾ ദ്രവിച്ച അവസ്ഥയിലുള്ളതായും കണ്ടെത്തി. ഈ ഷട്ടറുകൾക്ക് മുൻഗണന നൽകി അറ്റകുറ്റപ്പണികൾ നടത്തി ഉപയോഗയോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്നും സർക്കാരും തൊട്ടടുത്ത ഗ്രാമപഞ്ചായത്തുകളായ ദേവികുളങ്ങര, ആറാട്ടുപുഴ എന്നിവയുമായി ചേർന്ന് സംയുക്ത പരിഹാര പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് സംഘത്തിന് നേതൃത്വം നൽകിയ കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി പറഞ്ഞു.
കണ്ടല്ലൂർ 8, 9, 10 വാർഡുകളിൽ ഉപ്പുവെള്ളം കയറുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളുടെ എല്ലായിടവും ഇപ്പോൾ നോക്കിയപ്പോൾ 2010 ഭരണസമിതി ഇരുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഷട്ടറുകളുടെ എല്ലാം ഉപയോഗശൂന്യമായിട്ടിരിക്കുകയാണ്. അതെല്ലാം അടിയന്തര പ്രാധാന്യത്തോടു കൂടി നമ്മളുടെ പഞ്ചായത്ത് തലത്തിൽ ഇതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്യുക എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് വലിയ പ്രോജക്റ്റുകൾ വെച്ചിട്ട് ഇതിൽ ബണ്ട് കെട്ടേണ്ട ഭാഗങ്ങളിൽ നമ്മൾ അതുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് രാമനാമഠം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാരത്ത്, സി സുജി, ഷീജ മോഹൻ, വി റിജുകുമാർ, രാധിക മുരളി, ദീപ പുഷ്പൻ, കോലത്തേത്ത് പത്മിനി, കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് AJ ഷാജഹാൻ, VK സിദ്ധാർത്ഥൻ, S സുജിത് കുമാർ, R അനുരൂപ്, S ശിവപുത്രൻ, സുധീർ വർഷ, സുജിത്ത് പന്തപ്ലാവിൽ, ജയകൃഷ്ണൻ, RK മഹേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. നമ്മളിപ്പം തെക്കൻ ഭാഗങ്ങളാണ് ഈ കണ്ടത്. അതോടൊപ്പം എൻ്റെ ഡിവിഷൻ വടക്കാണ്, കണ്ടല്ലൂർ വടക്കാണ്. അവിടെ 1, 2, 15 വാർഡുകളിൽ ഇതേ ദുരിതങ്ങളാണ് അവിടെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ 1, 2 വെള്ളം കയറിയാൽ അവിടെ ഷട്ടറുകൾ തകർന്ന് കിടക്കുകയാണ്. ആ വെള്ളം 4-ാം വാർഡ് വരെ എത്തുകയാണ്. എന്ന് വെച്ചാൽ അമ്പലമുക്ക് കിഴക്കൻ ഭാഗം വരെ ഇതിൻ്റെ ദുരിതം അനുഭവിക്കുകയാണ്. CDNet ന്യൂസ്, പുല്ലുകുളങ്ങര. പത്തിയൂർ ഉള്ളിട്ടപുഞ്ചയിൽ കൃഷിയൊരുക്കം തുടങ്ങി. ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C സുധാകരക്കുറുപ്പ് വിത്തിടിയിൽ നടത്തി. കഴിഞ്ഞ വർഷവും കൃഷി നടത്തി, എങ്കിലും കൃഷി നശിച്ചു പോയിരുന്നു. വെള്ളം പാടത്തേക്ക് കയറ്റാനും ഇറക്കാനുമൊക്കെ കർഷകർ കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും ഇത്തവണ ബണ്ട് നിർമ്മാണം പൂർത്തിയായതിനാൽ കൃഷിനാശം ഉണ്ടാവുകയില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പത്തിയൂർ ഉള്ളിട്ടപുഞ്ചയിൽ കൃഷിയൊരുക്കം ആരംഭിച്ചു. ചെട്ടികുളങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് C സുധാകരക്കുറുപ്പ് വിത്തിടൽ കർമ്മം നടത്തി. കഴിഞ്ഞ വർഷവും കൃഷി നടത്തിയെങ്കിലും കൃഷി നശിച്ചു പോയിരുന്നു. വെള്ളം പാടത്തേക്ക് കയറ്റാനും ഇറക്കാനുമൊക്കെ കർഷകർ കഴിഞ്ഞ കാലങ്ങളിൽ ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും ഇത്തവണ ബണ്ട് നിർമ്മാണം പൂർത്തിയായതിനാൽ കൃഷിനാശം ഉണ്ടാകില്ലെന്നും പഞ്ചായത്തും കൃഷി ഓഫീസും എല്ലായ്പ്പോഴും കർഷകർക്കൊപ്പമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പ്രസിഡന്റ് പറഞ്ഞു. പത്തിയൂർ ഉള്ളിട്ടപുഞ്ച ഏതാണ്ട് 100 ഹെക്ടർ സ്ഥലമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ വൈസ് പ്രസിഡന്റായിട്ട് ഇരിക്കുമ്പോൾ പലതവണ ഇവിടെ കൃഷി ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം നശിച്ചു പോകുന്ന ഒരു സ്ഥിതിയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ബണ്ട് ഇല്ലാത്തതിന്റെയും അതുപോലെ തന്നെ വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യാൻ സാധിക്കാത്ത ഒരു അന്തരീക്ഷമാണ്. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ കൃഷിക്കാരാകമാനം വളരെ ഉത്സാഹത്തോടു കൂടി ഈ 8-ാം ബ്ലോക്കിൽ കൃഷി ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടത്തുന്ന ചടങ്ങ് അത്യധികം ആവേശകരമാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക മേഖലയ്ക്ക് ഉണർവ് നൽകിക്കൊണ്ടാണ് നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുക. 17-ാം വാർഡ് മെമ്പർ അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു. പാടശേഖര സമിതി അംഗം കേശവൻകുട്ടി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലളിത ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KG സന്തോഷ് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രദീപ് കുമാർ, 16-ാം വാർഡ് മെമ്പർ ലതാ ശേഖർ, കൃഷി ഓഫീസർ അഞ്ജന എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. പാടശേഖര പ്രതിനിധി അപ്പക്കുട്ടൻപിള്ള നന്ദി അറിയിച്ചു. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി യുവജന റാലിയും ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. പിന്നീട് നടന്ന സമ്മേളനത്തിൽ KPCC വൈസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ലിജു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദേവികുളങ്ങരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെയും അനുമോദിച്ചു. കർഷകദ്രോഹ ബിൽ പിൻവലിക്കുക, കാർഷിക മേഖലയിലെ കോർപ്പറേറ്റുകളുടെ ആധിപത്യം അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് CITU കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒന്നാംകുറ്റിയിലെ റിലയൻസിന്റെ പമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുൻ MP അഡ്വക്കേറ്റ് CS സുജാത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നടത്തുന്ന കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുത്തകകളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ഇത്തരത്തിലൊരു മാർച്ച് സംഘടിപ്പിക്കുവാൻ CITU തയ്യാറായിട്ടുള്ളത്. നവംബർ മാസം 26-ാം തീയതി ആരംഭിച്ച സമരം ഇക്കാർക്ക് ആവശ്യമില്ലാത്ത നിയമം പിൻവലിക്കണമെന്നാണ് ഈ വലിയ പോരാട്ടത്തിലൂടെ അവർ ആവശ്യപ്പെടുന്നത്. നമുക്കെല്ലാം അറിയാം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സമരമാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമ്മുടെ രാജ്യത്തെ കൃഷിക്കാരെ സംബന്ധിച്ച് അവൻ്റെ ജീവിതം താറുമാറാക്കുന്ന നിയമമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളത്. ഇതിൽ അധികാരത്തിലിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ നയിക്കുന്നത് RSS ആണ്, നമുക്കറിയാം. പാർലമെൻറ്റിൻ്റെ സമ്മേളനങ്ങൾ ചേരാറില്ല. പൂക്കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. CITU ഏരിയ സെക്രട്ടറി G ശ്രീനിവാസൻ സ്വാഗതം രേഖപ്പെടുത്തി. അഷറഫ്, നാസർ, അക്ബർ, CS സുഭാഷ്, തങ്കച്ചൻ, സക്കീർ ഹുസൈൻ, N പ്രദീപ്, രാജൻ പിള്ള, R ബിജു എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക്
ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി യുവജന റാലിയും ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. പിന്നീട് നടന്ന സമ്മേളനത്തിൽ KPCC വൈസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ലിജു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദേവികുളങ്ങരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെയും അനുമോദിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി മണ്ഡലം കമ്മിറ്റി യുവജന റാലിയും ന്യൂ ഇയർ ആഘോഷവും സംഘടിപ്പിച്ചു. പിന്നീട് നടന്ന സമ്മേളനത്തിൽ KPCC വൈസ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. അതിനെക്കുറിച്ച് പരാതി പറഞ്ഞ് പരസ്പരം വിഴുപ്പലക്കി ആരോപണ പ്രത്യാരോപണങ്ങളായി പരാജയത്തെ കൂടുതൽ പ്രയാസമുള്ളതാക്കി മാറ്റുന്നതിന് പകരം നിങ്ങൾ കാണിച്ച ഒരു മാതൃക നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണെന്ന് ഞാൻ കരുതുക. കോവിഡ് വന്നതിന് ശേഷം അധികം പരിപാടിയിലേക്ക് പോയി തുടങ്ങിയിട്ടില്ല. എന്നാൽ പോലും ഈ പരിപാടിയിലേക്ക് കോവിഡ് വന്ന് പോയിട്ടോ ഇങ്ങനെയാണിത് സംഘടിപ്പിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തീർച്ചയായും ഞാൻ വരാം എന്ന് പറയുകയും വരികയും ചെയ്തതിൻ്റെ ഒരു കാരണം ഈ മാതൃകയോടുള്ള എൻ്റെ താല്പര്യമാണ്. തീർച്ചയായും പഞ്ചായത്ത് ഇലക്ഷന് സംസ്ഥാനത്ത് നമുക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന മാധ്യമ പ്രചരണം ശരിയേ അല്ല. ഗ്രാമപഞ്ചായത്തുകളുടെ വാർഡുകളിലെ വോട്ടുകൾ പരിശോധിക്കുമ്പോൾ 25,000 വോട്ട് UDFന് കൂടുതലാണ്. മുനിസിപ്പാലിറ്റിയിൽ UDFന് വോട്ട് കൂടുതലാണ്. മുനിസിപ്പാലിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും എല്ലാം കൂടെ എടുത്താലും UDFും LDFും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 1% താഴെയാണ്. ആലപ്പുഴ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ലിജു മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ദേവികുളങ്ങരയിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെയും അനുമോദിച്ചു. ഹാരിസ് പുതുപ്പള്ളി അധ്യക്ഷത വഹിച്ചു. അനൂപ് ദേവൻ സ്വാഗതം നേർന്നു. DCC മെമ്പർ ബിജു ഡേവിഡ്, മണ്ഡലം പ്രസിഡന്റുമാരായ ജിജിത് മോഹൻ ബാബു, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അരിത ബാബു, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അഖിൽ ദേവ്, ജനറൽ സെക്രട്ടറി വിഷ്ണു എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം. സേവാഭാരതി കായംകുളം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ശുചിത്വം കായംകുളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതി 35-ാം വാർഡിൽ സേവാഭാരതി കായംകുളം ജനറൽ സെക്രട്ടറി സജി കോളശ്ശേരിൽ ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കായംകുളം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ ശുചിത്വം കായംകുളം പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കായംകുളം നഗരസഭയിലെ 44 വാർഡുകളിൽ ഓടകൾ, കനാലുകൾ, പൊതുനിരത്തുകൾ എന്നിവ വൃത്തിയാക്കുകയും അണുനശീകരണം നടത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടുകൂടി തുടക്കം കുറിച്ച പദ്ധതി 35-ാം വാർഡിൽ സേവാഭാരതി കായംകുളം ജനറൽ സെക്രട്ടറി സജി കോളശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സേവാഭാരതി കായംകുളം താലൂക്ക് സമിതിയുടെ നേതൃത്വത്തിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ 44 വാർഡുകളും ശുചീകരിക്കുക എന്നൊരു മഹാലക്ഷ്യമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ അതിൻ്റെ ഉദ്ഘാടന ഭാഗമായിട്ട് നമ്മൾ 35-ാം വാർഡിൽ അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുകയാണ്. തുടർന്ന് നമ്മളെല്ലാ വാർഡുകളിലും വൃത്തിഹീനമായി കിടക്കുന്ന ഓടകൾ, അതുപോലെ തന്നെ റോഡുകളിലെ ചപ്പുചവറുകൾ കൂട്ടിയിട്ട് വൃത്തിയാക്കുക, എല്ലാ സംവിധാനങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയെ ഒരു ശുചിത്വമുള്ള മുനിസിപ്പാലിറ്റിയാക്കി മാറ്റുക എന്നൊരു മഹാലക്ഷ്യവുമായിട്ട് സേവാഭാരതി മുന്നോട്ട് പോവുകയാണ്. എല്ലാ സജ്ജനങ്ങളുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് മുൻ രക്ഷാധികാരി പൊന്നൻ തമ്പി മുഖ്യ പ്രഭാഷണം നടത്തി. സെക്രട്ടറി അജീഷ്, സമിതി ട്രഷറർ രഞ്ജിത്ത്, 36-ാം വാർഡ് വികസന സമിതി അംഗങ്ങളായ വിനോദ്, അനിൽകുമാർ, ഉണ്ണി, പ്രദീപ്, വിമൽ ബോസ് എന്നിവർ പങ്കെടുത്തു. വരും ദിവസങ്ങളിൽ ബാക്കി മുഴുവൻ വാർഡുകളിലും തുടർ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമെന്ന് കായംകുളം സേവാഭാരതി നഗർ സമിതി അറിയിച്ചു. സേവാഭാരതിയുടെ നേതൃത്വത്തിൽ കായംകുളം മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വാർഡുകളിലും ഓടകളും റോഡുകളും വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി 35-ാം വാർഡിൽ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ആയതിനാൽ ഈ വാർഡിലെ എല്ലാ ഓടകളും ചുടുകാട്, അയൽക്കാർക്ക് പാമ്പിൻ്റെ ശല്യം കൊണ്ട് ഉറങ്ങാൻ വയ്യാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. ആ ചുടുകാട് ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളും വൃത്തിയാക്കുന്നതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ചുടുകാട് ഉൾപ്പെടെയുള്ള വൃത്തിയാക്കുകയും വലിയ കനാലുകൾ മണ്ണ് മാറ്റി ആ കനാൽ നീരൊഴുക്ക് പുനരാരംഭിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ഈ വാർഡിലെ എല്ലാ റോഡുകളും ഞങ്ങൾ ചെയ്യാൻ തരും. അതിന് വാർഡ് കൗൺസിലറുടെ സഹായവും ഞങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പരസ്യമായി ആവശ്യപ്പെടുകയാണ്. ഇത് സേവാഭാരതി നേതൃത്വത്തിലാണെങ്കിൽ എല്ലാ നാട്ടുകാരുടെ ആവശ്യമാണ്. എല്ലാ നാട്ടുകാരും ഞങ്ങളോടൊപ്പം സഹകരിക്കണം. CDNet ന്യൂസ്, കായംകുളം. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ രംഗത്ത് സജീവമായി ഇടപെടുന്നതിനായി R രാജേഷ് MLA അനുവദിച്ചു നൽകിയ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. R രാജേഷ് MLA ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ രംഗത്ത് സജീവമായി ഇടപെടുന്നതിനായി സ്വന്തമായി ആംബുലൻസ് അനുവദിച്ച് നൽകിയിരിക്കുകയാണ് R രാജേഷ് MLA. ആതുര രംഗത്ത് പ്രവർത്തിക്കുന്നതിനായി തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ വാടകയ്ക്കാണ് ആംബുലൻസ് സേവനം ലഭിച്ചുകൊണ്ടിരുന്നത്. MLA R രാജേഷിന്റെ പ്രത്യേക വികസന നിധിയിൽ നിന്നും 11 ലക്ഷം രൂപ മുടക്കിയാണ് ആംബുലൻസ് അനുവദിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ഫ്ളാഗ് ഓഫ് MLA നിർവഹിച്ചു. മാവലിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാദാസ് അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് K മോഹൻകുമാർ സ്വാഗതം രേഖപ്പെടുത്തി.
ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള ദേവി, വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ, ബ്ലോക്ക് മെമ്പർ ആർ ശ്രീനാഥ്, ഗിരിജ രാമചന്ദ്രൻ, മെഡിക്കൽ ഓഫീസർ അരവിന്ദ്, സെക്രട്ടറി എ കെ സിനി എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, കറ്റാനം. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര വികസനത്തിന് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹൻകുമാർ CD നെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പഞ്ചായത്തിൽ മുൻ ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പാക്കിയ പദ്ധതികളുടെ ചുവട് പിടിച്ച് പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കാർഷിക മേഖലയായ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും കൃഷി പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര വികസനത്തിന് പദ്ധതി നടത്തുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹൻകുമാർ CD നെറ്റ് ന്യൂസിനോട് പറഞ്ഞു. പഞ്ചായത്തിൽ മുൻ ഭരണസമിതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികളുടെ ചുവട് പിടിച്ച് പുതിയ വികസന പദ്ധതികളിലൂടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കാർഷിക മേഖലയായ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ വാർഡുകളിലും കൃഷി പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. തരിശുരഹിത ഗ്രാമം എന്നതാണ് ലക്ഷ്യമിടുന്നത്. മുഴുവൻ സ്ഥലങ്ങളിലും പച്ചക്കറി കൃഷിയും നെൽകൃഷിയും ആരംഭിക്കും. കർഷകർക്ക് പരമാവധി പ്രോത്സാഹനം നൽകുക എന്നതാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യമെന്ന് പ്രസിഡന്റ് പറയുന്നു. മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ കഴിഞ്ഞകാല ഭരണസമിതികൾ ഏറ്റെടുത്തു വന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കാനും ശക്തമായി നടപ്പാക്കാനുമായിട്ടാണ് പുതിയ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഊന്നൽ കൊടുക്കേണ്ട മേഖലകൾ പ്രധാനമായും ദാരിദ്ര്യ ലഘൂകരണവും അതുപോലെ തന്നെ കാർഷിക മേഖലയിലെ വികസന പ്രവർത്തനങ്ങളും. പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിൽ കുടിവെള്ള പ്രശ്നം ഇനിയും കൂടുതൽ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. ഇടത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം റോഡ്, പാലം, തിരിവിളക്കുകൾ തുടങ്ങിയ ആവശ്യങ്ങളാണ് അവർ പലപ്പോഴും ഉയർത്തുന്നത്. കുടുംബശ്രീയുടെയും തൊഴിലുറപ്പ് മേഖലയിലെയും പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുള്ള സാധ്യമായ എല്ലാ ഇടപെടലും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. കണ്ടെത്താൻ കഴിയുന്ന എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ പ്രവർത്തിക്കും. വയോജനങ്ങൾ, സ്ത്രീകൾ, പെൺകുട്ടികൾ എന്നിവരുടെ ക്ഷേമം മുൻനിർത്തിയുള്ള പദ്ധതികളും പഞ്ചായത്തിൽ ആരംഭിക്കും. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ നൽകും. പശ്ചാത്തല, സേവന, വിദ്യാഭ്യാസ, കായിക അടക്കമുള്ള മേഖലയിൽ കൂടുതൽ വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ആരംഭിക്കും. ജില്ലയിൽ തന്നെ മികച്ച പഞ്ചായത്താക്കി മാറ്റുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മോഹൻകുമാർ പറഞ്ഞു. CD നെറ്റ് ന്യൂസ്, കറ്റാനം. ആലപ്പുഴ ജില്ലയിൽ 230 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 226 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 240 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 54,083 പേർ രോഗമുക്തരായി. 4,509 പേർ ചികിത്സയിലുണ്ട്. കായംകുളം മണ്ഡലത്തിൽ 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 4 പേർക്കും, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 6 പേർക്കും, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും രോഗം ബാധിച്ചു. അതേസമയം മണ്ഡലത്തിൽ 18 പേർക്ക് രോഗം ഭേദമായി. കായംകുളം മണ്ഡലത്തിൽ 20 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കായംകുളം നഗരസഭാ പരിധിയിൽ 4 പേർക്കും, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 6 പേർക്കും, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും, ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ 2 പേർക്കും, പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരാൾക്കും രോഗം ബാധിച്ചു. അതേസമയം തന്നെ മണ്ഡലത്തിൽ 18 പേർക്ക് രോഗം ഭേദമായി. കായംകുളം നഗരസഭാ പരിധിയിൽ 2 പേർക്കും, ചെട്ടികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 7 പേർക്കും, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ 4 പേർക്കും, പത്തിയൂർ ഗ്രാമപഞ്ചായത്തിൽ 3 പേർക്കും, ഭരണിക്കാവ്, കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തുകളിൽ ഓരോ ആൾക്കും രോഗം ഭേദമായി. മണ്ഡലത്തിലാകെ 4,706 പേർക്കാണ് ഇതുവരെ കോവിഡ് ബാധിച്ചത്. 4,399 പേർക്ക് രോഗം ഭേദമായി. 261 പേർ ചികിത്സയിലാണ്. മണ്ഡലത്തിൽ ഇതുവരെ 46 പേർ കോവിഡ് ബാധിച്ച് മരണമടഞ്ഞിട്ടുണ്ട്. CD നെറ്റ് ന്യൂസ്, കായംകുളം. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 6,848 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 197 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 826 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലുണ്ട്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിലുള്ളത് 2,981 പേരാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 6,848 പേർ ക്വാറന്റൈനിൽ കഴിയുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 197 പേർ വൈറസ് ബാധിച്ച് കോവിഡ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 826 പേർ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ചികിത്സയിലാണ്. വൈറസ് ബാധിച്ച് വീടുകളിൽ ഐസൊലേഷനിൽ കഴിയുന്നത് 2,981 പേരാണ്. 130 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 240 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. 1,030 പേരാണ് ആകെ ആശുപത്രി നിരീക്ഷണത്തിൽ ഇപ്പോൾ കഴിയുന്നത്. 357 പേരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. 439 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. 3,68,422 പേർ ജില്ലയിൽ ഇതുവരെ സാമ്പിൾ പരിശോധനയ്ക്ക് വിധേയരായി. CD നെറ്റ് ന്യൂസ്, കായംകുളം. സഹപ്രവർത്തകന് കിടപ്പാടമൊരുക്കി AIYF പ്രവർത്തകർ മാതൃകയായി. പാലമേൽ മറ്റപ്പള്ളി വാർഡ് TV മുക്കിൽ AIYF പ്രവർത്തകനും ടാപ്പിംഗ് തൊഴിലാളിയായ സന്തോഷിനും കുടുംബത്തിനുമാണ് മറ്റപ്പള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. സഹപ്രവർത്തകന് കിടപ്പാടമൊരുക്കി AIYF പ്രവർത്തകർ മാതൃകയായി.
മറ്റപ്പള്ളി വാർഡ് TV മുക്കിൽ AYF പ്രവർത്തകനും ടാപ്പിംഗ് തൊഴിലാളിയായ സന്തോഷിനും കുടുംബത്തിനുമാണ് മറ്റപ്പള്ളി യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നെങ്കിലും വീടില്ലാത്തതിനാൽ സന്തോഷും ഭാര്യ രേവതിയും 2 കുട്ടികളും അടങ്ങുന്ന കുടുംബം ബുദ്ധിമുട്ടിലായിരുന്നു. സുമനസുകളുടെ കൂടി സഹായത്തോടെയും നിർമ്മാണ ജോലികൾ പൂർണ്ണമായും പ്രവർത്തകർ ശ്രമദാനമായി നിർവഹിച്ചുമാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. താക്കോൽദാന ചടങ്ങിന്റെ ഭാഗമായി നടന്ന സമ്മേളനം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഇന്നലകളിലെ പോരാട്ടത്തിന്റെ പ്രവർത്തനത്തിന്റെ പാരമ്പര്യവുമായിട്ടാണ് മറ്റപ്പള്ളി AYFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം പങ്കാളിയാവുന്നത്. അങ്ങേറ്റത്തെ അഭിമാനമുണ്ട് ഇന്നിവിടെ നടക്കുന്ന ഈ ഒരു സത്കർമ്മത്തിന്റെ കാര്യത്തിൽ. അതൊരു വീടിന്റെ നിർമ്മാണമാണ്. യൂണിയൻ പ്രസിഡന്റ് രാഖി ജോസഫ് അധ്യക്ഷത വഹിച്ചു. AYF ജില്ലാ പ്രസിഡന്റ് CA അരുൺകുമാർ താക്കോൽദാനം നിർവഹിച്ചു. AYFിൽ ചേർന്ന പുതിയ അംഗങ്ങൾക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. K. ചന്ദ്രനുണ്ണിത്താൻ, R. സുജ, അജയ് ഘോഷ്, അനു ശിവൻ, ബിബിൻ, ദീപു S. അരുൺ, KG സദാശിവൻ, K. കൃഷ്ണൻകുട്ടി, ബാലനുണ്ണിത്താൻ, R. ഉത്തമൻ, നൌഷാദ് അസീസ് എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, ചാരുമൂട്. ഹൈ ടെൻഷൻ ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ചേപ്പാട് ഇലക്ട്രിക്കൽ സെക്ഷൻ ചേപ്പാട് ഓഫീസിന്റെ പരിധിയിൽ ചൊവ്വാഴ്ച വൈദ്യുതി മുടങ്ങും. A&A1, A&A2, കൊട്ടാരം, വാഴപ്പള്ളി, ഏവൂർ ടെമ്പിൾ, ചുമടുതാങ്ങി, കരിമ്പിൻമുക്ക്, വലിയൊട്ടിക്കൽ, മുറിയാമൂട് എന്നീ ട്രാൻസ്ഫോമറുകളുടെ പരിധിയിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വൈദ്യുതി മുടങ്ങുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജനപ്രിയ കവിയും ഗാനരചയിതാവുമായ കായംകുളത്തിന്റെ അനിൽ പനച്ചൂരാൻ ഇനി ഓർമ്മ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തി. മരണത്തിൽ യഥാർത്ഥ കാരണം വ്യക്തമാകാനായി ഭാര്യയുടെയും ബന്ധുക്കളുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ജില്ലയിൽ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. രോഗനിയന്ത്രണം അടിയന്തരമായി നടപ്പാക്കുന്നതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. അനധികൃതമായി കാറിൽ കൊണ്ടുവന്ന പണം ഹരിപ്പാട് നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് 1,88,00,000-ലധികം രൂപ. കാറിലുണ്ടായിരുന്ന 4 പേരും പിടിയിൽ. ഓരുവെള്ളം കയറി. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ പ്രദേശത്തെ ജനങ്ങൾ ദുരിതത്തിൽ. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ സന്ദർശിച്ചു. നടപടി സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.